ഈ മരം വീണുള്ള അപകടങ്ങളാണ് എല്ലാ ജില്ലകളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മതിലിടിഞ്ഞുള്ള അപകടങ്ങളും. എങ്ങനെയാണ് ജില്ലയിലെ പൊതുസ്ഥിതി? ആർക്കെങ്കിലും ശാരീരികമായി പരിക്കുകളോ അപകടങ്ങളോ പറ്റിയിട്ടുണ്ടോ? മലയാലപ്പുഴ താഴം പ്രദേശമാണ്. കഴിഞ്ഞ രാത്രി മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്ത് അപകടം സംഭവിച്ചിട്ടുള്ളത്. 3 വീടുകൾക്ക് കേടുപാടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാലപ്പുഴ താഴം ദേവീവിലാസം NSS കരയോഗത്തിൻ്റെ പരിസര പ്രദേശത്തു നിന്നുള്ളതാണ് കാഴ്ചകൾ. റബ്ബർ മരവും അതോടൊപ്പം തന്നെ ഇതര മരങ്ങളും കടപുഴകി വീണാണ് ഇവിടെ അപകടം സംഭവിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം മുൻ അംഗമായിരുന്ന മനോജിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സഹായത്തോടുകൂടി അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അടുക്കള ഭാഗത്തിൻ്റെ മുകളിലേക്ക് റബ്ബർ മരം കടപുഴകി വീണത്. ഈ സമയത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അമ്മയും ഒക്കെ തന്നെ സഹോദരൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത്. അമ്മയൊക്കെ രാവിലെയാണോ അറിയുന്നത് ഈ സംഭവം? മക്കളെ രാവിലെ അറിയുന്നത്. ഇത് അടുക്കള തന്നെയല്ല, ബാത്റൂമിൻ്റെ അതും പൊട്ടി. പിന്നെ ഇത് പുകയെടുപ്പ് ഉണ്ടായിരുന്നു, അതും എല്ലാം പൊട്ടി. ഞാനില്ല, എനിക്കിതാ ഇതിപ്പോൾ ചെറുതായിട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. പണി അത് കഴിഞ്ഞ് ഒരു ദിവസയിലും വന്ന് ഇത് തങ്ങിയിട്ട് ജീവം ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഈ അപകടം താഴെ. എന്നാലും നമ്മുടെ വീട്ടിൽ ഒരു ഇത് പൂർത്തിയായിട്ട് കിടക്കാമെന്നുള്ള ആഗ്രഹത്തിൽ. സമീപത്തെ 2 വീടുകളുടെ മുകളിലേക്ക് കൂടി മരം വീണിട്ടുണ്ട്. തൊട്ടടുത്ത് താമസക്കാരനായിട്ടുള്ള കൃഷ്ണൻകുട്ടി നായർ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒത്ത നടുഭാഗത്തേക്കാണ് കൂട്ടൻ മരം വീണത്. അദ്ദേഹം വീടിന് ഉള്ളിലുണ്ടായിരുന്നു. തലയിൽ അടക്കം അദ്ദേഹത്തിന് പരിക്കുണ്ട്. പ്രാഥമിക ചികിത്സ ജനറൽ ആശുപത്രി നൽകിയ ശേഷം അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായില്ല. ഏതാനും ദിവസത്തെ കിടത്തി ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വീണ്ടെടുക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരാൾ അപ്പുണ്ണി എന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ സമീപകാലത്ത് നിർമ്മിച്ച വീടാണ്. വീടിന് കാര്യമായ കേടുപാടുകളില്ല. പക്ഷേ ഒരു മരം കടപുഴകി വീണതിനെ തുടർന്ന് മതിലിൻ്റെ മുകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ അവിടെ ഇല്ല. അതേസമയം മഴയിൽ കാര്യമായ കുറവുണ്ട്. പക്ഷേ ആകാശം മേഘാവൃതമായി തന്നെ തുടരുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. മരം വീണ് ഗൃഹനാഥന് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊരിടത്തും മതിലിന് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ്. മഴ ഇപ്പോൾ അല്പം ശമിച്ചിരിക്കുന്നു.